പൊളിയല്ലോ. എന്റെ പൊന്നെണ്ണ നമ്മുടെ ഡാൻസ് തെറ്റിക്കലാണ. ഇതാണ് ഡാൻസ്. നിനക്കൊക്കെ വല്ല സർക്കസിലും പോയിക്കൂടാ. മനുഷ്യന് എൻജോയ് വന്നപ്പോഴേക്കും വെറുതെ ഗിറ്റാർ അടിച്ചോളാം നിനക്ക്. എന്തിയാടാ നിർത്തി എന്തിയെ? ബോസേ പുതിയ സ്പ്രേ ഒക്കെ അടിച്ചാ? നല്ല മണം വരുന്നുണ്ടല്ലോ. നന്നായിട്ട് ഇളകി അങ്ങോട്ട് കളിക്ക്. അവിടെ ചെന്ന് പൊളിക്കാനുള്ളതാ. കളിടാ പറഞ്ഞ പോലെ നല്ല മണമുണ്ടല്ലോ. നിങ്ങൾ ഡാൻസ് പൊളിക്ക്, ഞാൻ ഡ്രംസ് പൊളിക്കാം. ബംഗാളിയുടെ ഗുളിക വലിച്ചിട്ടാ. ആണാ? ഈശ്വരാ, ഇനി ശുദ്ധമായി ശ്വസിക്കാലോ. എടാ, ഇതിനുള്ള ചെലവേ ഞങ്ങളുടെ വക ഉണ്ട് ഇട്ടാ. ശരിയടാ, താങ്ക് യുടാ. മണി, എടാ മണി, എഴുന്നേക്കണം. അയ്യോ അറിയില്ല അറിയില്ല. നിനക്കത്തെ ഭ്രാന്തട്ടാ. ഉറങ്ങിക്കിടക്കണവനെ ഇറങ്ങിയോല്ലോ നോക്കടാ. എത്ര പ്രാവശ്യമായി ഞാൻ വിളിക്കണു. നിനക്കെന്താ വെള്ളം വേണോ? അല്ലടാ, ഉറങ്ങാൻ പറ്റുന്നില്ല. ആ, ഞാനാണ് മരുന്ന് കഴിച്ചപ്പോ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിപ്പോയി. കണ്ണടച്ച അവളാടാ മനസ്സിൽ. ദൈവമേ, കണ്ണു കാണാത്ത നിന്റെ മനസ്സിൽ അവളുടെ ഏത് മുഖോടെ ഉള്ളത്? കല്യാണിയെ കുറെ നേരമായി ഞാൻ വിളിക്കുന്നു, അവള് ഫോൺ എടുക്കുന്നില്ലടാ. ഫോൺ വല്ല സ്വിച്ച് ഓഫ് ആയിരിക്കും. നമുക്ക് അവിടെ ഇരുന്ന് പോയാലോ മണി? എവിടെ? കല്യാണ്ട് വീട്ടിലോട്ടാ? ആ. നിനക്കത്തെ ഭ്രാന്തായ? എന്റെ ദേവാ, എനിക്ക് വയ്യ ഈ പാതിരാത്രിക്ക് എന്നിട്ട് അവളുടെ ഇടിയൻ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളാൻ. നീ കണ്ടതല്ലേ കല്യാണം മുടങ്ങി അന്നത്തെ അയാളുടെ പെർഫോമൻസ്. ഇനി ഈ സമയത്ത് അവിടെ ചെന്ന് കയറിയാലും നിനക്ക് അവളെയും കാണാൻ പറ്റില്ല, അവക്ക് നിന്നെയും കാണാൻ പറ്റില്ല. പിന്നെ എന്തിനാ? പറ്റും, എനിക്ക് കാണാൻ പറ്റും. നീ എന്റെ കൂടെ ഇപ്പൊ വരണം മണി. എന്തായാലും ഒറ്റ കയ്യിലുള്ള ഞാനില്ല. ഞാൻ ആ മാമൂട്ടിനെ ഒന്ന് വിളിക്കാം. എടാ മാമൂട്ടി, നീ ആ ബോസിനെ കൂടി എത്രയും പെട്ടെന്ന് നിങ്ങൾ വാ. ഒരു അത്യാവശ്യ കാര്യമുണ്ട്. വാ. എന്തൊക്കെയാവോ എന്തോ. നമുക്ക് കേറി നോക്കിയാലോ? ഞാൻ ആദ്യം പുതിയൊരു ഡ്രൈവറെ വെക്കട്ടെ, എന്നിട്ട് കയറി നോക്ക്. ഏട്ടാ പൊട്ടാ, നമ്മൾ കക്കാനല്ല വന്നേക്കണത്. വെറുതെ അല്ല ബോസ് ഉറക്കാത്ത കള്ളം കയറെന്ന് പറഞ്ഞത് ഇവനായിരിക്കും. കാണണില്ലല്ലോ. ദേവാ, പണി തുടങ്ങടാ. ദേവാ, കല്യാണിന്റെ മുറിയിലാന്ന് തോന്നുന്നു. ഒരു ലൈറ്റ് കളിച്ചിട്ടുണ്ട്. ദേവാ, ദേ കല്യാണി ജനലിന്റെ അടുത്ത്. ഇതാടാ ശരിക്കും പ്രണയം. ഹലോ, എന്താ ഇവിടെ? വണ്ടിക്കൊരു മിസ്സിങ്, ഒരു സ്റ്റാർട്ടിങ് ട്രബിള്. സ്റ്റാർട്ട് ചെയ്ത് മടുത്തപ്പോ ഇറങ്ങി നിന്നാ. എന്താ പ്രോഗ്രാം കഴിഞ്ഞ് വരുവാണോ? അല്ലാതെ സ്റ്റാർട്ടിംഗ് ടബിൾ ആണല്ലോ, ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ചെല്ല്. ഞങ്ങളെ ഒരു പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ പോയിച്ചതാ. ഈ നേരത്തോ? അല്ല, വന്നവിടെ ഒരു സിനിമയും കണ്ടായിരുന്നു. ദേവ, കല്യാണിയുടെ ആംഗള വന്നിട്ടുണ്ട്, പെട്ടെന്ന് വണ്ടി കയറാം. നല്ല പടവട്ടോ, ഒന്ന് കാണണം. സ്റ്റണ്ട്. ആ, സ്റ്റാർട്ടായി. സ്റ്റാർട്ടായടാ, വാ.
കല്യാണി ചേട്ടാ നീ ഉറങ്ങിയില്ലേ? ഇല്ല, ഉറങ്ങാൻ പോവാ. എന്നാ കിടന്നോ. അതെ, ഇതുപോലത്തെ ഭംഗിയുള്ള പരിപാടി ഇനിയും വിളിക്കണോട്ടാ. അവന്റെ പോക്ക് കണ്ടില്ലേ? വല്ല മൈൻഡും ഉണ്ടാന്ന് നോക്കി. ഗുഡ് നൈറ്റ് ഏട്ടാ. ആ അതേടാ, നല്ല കൂട്ടായിരുന്നല്ലേ ഈ രാത്രി. ഇഞ്ചോടിഞ്ച ഇടിന്ന് രക്ഷപ്പെട്ടത്. നിന്റെ ഒറ്റ കോള ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത്. ഞാൻ വെറുതെ അല്ലടാ പഹയ നിന്നാരും മമ്മൂട്ടിന്ന് വിളിക്കാത്തത്. ഓ, ഇന്ദു ഉറങ്ങിയിട്ടുണ്ടാവോ ആവോ? ജന്തുവാ. ജന്തു നിന്റെ തന്ത. ഇതാണ് പുര നിറഞ്ഞു നിൽക്കണ പെണ്ണ്. കൊറേ നേരമല്ലോ നീ സെന്റ് വായിക്കാൻ തുടങ്ങിയിട്ട്. നീ എന്നെ കരയിപ്പിച്ച് കൊല്ലോ. എന്താ നിന്റെ പ്രശ്നം? ഒന്നുമില്ല, വെറുതെ. നിന്റെ മോൻ കണ്ടങ്ങനെ പറയില്ലല്ലോ. നീ കാര്യം എന്താന്ന് പറയണ? മുഖം മറച്ചാ ദുഃഖം മറക്കാൻ പറ്റുമോ? അതൊക്കെ പറ്റും, പക്ഷെ നിനക്കെന്താ പറ്റിയെന്ന് പറ. എടാ, കല്യാണി വിളിച്ചിട്ട് കിട്ടുന്നില്ല, സ്വിച്ച് ഓഫ്. അതാണ് ആ കാര്യം. എടാ, അത് ആദ്യത്തെ ആ ബഹളമൊക്കെ കഴിയുമ്പോ അവള് നിന്നെ വിളിക്കും. നീ വെയിറ്റ് ചെയ്. എന്തെങ്കിലും ഒരു വിവരം അറിഞ്ഞാൽ മതിയായിരുന്നു. നീ വീട്ടിലേക്ക് വിളിച്ചായിരുന്നു? ഇല്ല. എന്നാ ആദ്യം അമ്മയുടെ കാര്യം തിരക്കണം, എന്നിട്ട് മറ്റുള്ളവരുടെ കാര്യം തിരക്കും. ഞാൻ കീബോർഡിൽ തൊട്ട് നിന്റെ കൈവരലേ മുറിച്ചെടുക്കും.